എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. അനുതപിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് എളിമയോടെ വിശ്വാസത്തോടെ വെറുപ്പും വിരോധവും ഉപേക്ഷിച്ച് മറ്റുള്ളവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമസ്കാരങ്ങൾ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധരാജ്ഞി, രാജ്യകന്യകെ, പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടയ്ക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കാരുണ്യ പ്രവർത്തികൾ 14.
ശാരീരികങ്ങൾ 7. 1. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. 2. ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. 3. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. 4. പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്. 5. രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്. 6. അവശരെ സഹായിക്കുന്നത്. 7. മരിച്ചവരെ അടക്കുന്നത്. ആധ്യാത്മികങ്ങൾ 7. 1. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. 2. സംശയമുള്ളവരെ സംശയം തീർക്കുന്നത്. 3. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. 4. തെറ്റു ചെയ്യുന്നവരെ തിരുത്തുന്നത്. 5. ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്. 6. അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്. 7. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവകൽപ്പനകൾ 10. 1. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2. ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. 3. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 5. കൊല്ലരുത്. 6. വ്യഭിചാരം ചെയ്യരുത്. 7. മോഷ്ടിക്കരുത്. 8. കള്ളസാക്ഷി പറയരുത്. 9. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. 10. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ 10 കൽപ്പനകൾ 2 കൽപ്പനകളിൽ സംഗ്രഹിക്കാം. 1. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. 2. തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. ആത്മപരിശോധന. കാലത്തും വൈകിട്ടുമുള്ള പ്രാർത്ഥനകളും ജപമാലയും ചൊല്ലിയോ? ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ചെയ്യാമായിരുന്ന മറ്റ് സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുവോ? പഠനകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിച്ചുവോ? പ്രധാന പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നിയോഗ വിശുദ്ധീകരണം വരുത്തിയോ? ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കുകയോ ആണയിടുകയോ ചെയ്തുവോ? മാതാപിതാക്കന്മാരെയും ഗുരുഭൂതരെയും വൈദികരെയും ബഹുമാനിച്ചുവോ? കോപിക്കുകയോ മറ്റുള്ളവരെ ദേഹോപദ്രവമേൽപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുവോ? ആരോടെങ്കിലും വിരോധം വെച്ചു പുലർത്തുന്നുണ്ടോ? അശുദ്ധമായി എന്തെങ്കിലും വിചാരിച്ച് സന്തോഷിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ജിജ്ഞാസയോടെ നോക്കുകയോ ചെയ്തുവോ? ചീത്ത കൂട്ടുകാരോടൊത്ത് വ്യാപരിച്ചുവോ? മറ്റുള്ളവർക്ക് പാപമുണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്തുവോ? മറ്റുള്ളവരുടെ വസ്തുക്കൾ എന്തെങ്കിലും അപഹരിക്കുകയോ നശിപ്പിക്കുകയോ കളവിന് കൂട്ടുനിൽക്കുകയോ ചെയ്തുവോ? നുണ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അവർക്ക് നഷ്ടം വരുത്തുകയോ ചെയ്തുവോ? മറ്റുള്ളവരുടെ വസ്തുക്കളിൽ അസൂയയോ അത്യാഗ്രഹമോ ഉണ്ടായിട്ടുണ്ടോ? അഹങ്കാരം, മോഹം, കൊതി, മടി തുടങ്ങിയ ദുർഗുണങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രകടമായോ? അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ എന്ത് തീരുമാനിച്ചുറയ്ക്കുന്നു? എത്രയും ദയുള്ള മാതാവേ, എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ശരണപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. നല്ല കുമ്പസാരത്തിനു വേണ്ട കാര്യങ്ങൾ 5. 1. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. 2. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. 3. മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. 4. ചെയ്തുപോയ മാരക പാപമെങ്കിലും വൈദികനെ അറിയിക്കുന്നത്. 5. വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. കുംഭസാരത്തിനുള്ള ജപം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തുപോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഞങ്ങളുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലയേറിയ തിരുരക്തത്തെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.
കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയ ഔസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാറിയ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗരിത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമർപ്പണ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവെ, സർവവും സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന പരമകാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. അവിടുത്തെ ചിറകിൻ കീഴിൽ സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കള്ളന്റെ രീതിയിൽ ചുറ്റുപാടും പരതി നോക്കാതിരിക്കത്തക്കവണ്ണം പിതാവെ, ഞങ്ങളുടെ കണ്ണുകളുടെയും അസത്യം ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ചെവികളുടെയും കാവൽക്കാരനായിരിക്കണമേ. അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും അലസഭാഷണങ്ങളും വിമർശനങ്ങളും പുറപ്പെടാതിരിക്കത്തക്കവണ്ണം പിതാവെ, ഞങ്ങളുടെ അധരങ്ങളുടെ കാവൽക്കാരനായിരിക്കണമേ. തിന്മയിലേക്ക് ചായാതെയും അധർമ്മം പ്രവർത്തിക്കാതെയും ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരിക്കണമേ. കർത്താവെ, എന്തു ചെയ്യണമെന്നും എങ്ങനെ അതിനായി ഒരുങ്ങണമെന്നതും സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിവ് പകരണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ അങ്ങയെ സ്നേഹിപ്പാനും അല്പായുസായ എല്ലാ സമ്പാദ്യങ്ങളെക്കാളും കൂടുതലായി അങ്ങയെ സ്വന്തമാക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് അറിവ് പകരണമേ. പിതാവെ, ഞങ്ങളുടെ ആത്മാവിനെ അങ്ങേക്കായി പവിത്രീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ശരീരത്തെ പവിത്രീകരിക്കണമേ. കർത്താവെ, അങ്ങയിൽ ആഹ്ലാദിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളിൽ ആഹ്ലാദിക്കുവാൻ അവിടുത്തേക്കും ഇടയാകട്ടെ. പിതാവെ, അവിടുത്തെ കരുണ ഞങ്ങളിൽ പ്രവഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പ്രാർത്ഥന. സർവജനപദങ്ങളുടെയും നാഥ, ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും സംരക്ഷിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മറിയമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥയെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. ആമേൻ.